ആബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആഹാ, മനോഹരം. മാർക്കോസാറാണ് പാടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിനകത്ത് ഒരു വിഷമമൊക്കെ വരും അവിടെ നിന്നൊക്കെ. അതായത് മനസ്സിലൊരു സ്നേഹം അങ്ങ് പുറത്തേക്ക് ചാടും എന്നാണ് അതിന്റെ അർത്ഥം. കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ. നമുക്ക് സ്നേഹം പകർന്നു നൽകുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു വരി കേട്ടോ കേട്ടാ. സ്നേഹം വിരിഞ്ഞാൽ സന്തോഷം കാണും, കുളിരായി ഒഴുകും സീമകൾ, ഓരോരോ നാളിൽ ഓരോരോ പൂക്കൾ ഒന്നായി വിരിയും പുലരിയിൽ, അഴകൊഴുകുന്നൊരു മലരല്ലേ, അരിമുല്ല പൂങ്കനിയല്ലേ, എല്ലാ സൃഷ്ടിയും നീയല്ലേ, എല്ലാ കഴിവും നീയല്ലേ, അല്ലാ അല്ലാ ജന്മം നൽകിയവനേ. ഈ ഒരു സോങ് അഫ്സൽക്ക പാടിയ പാട്ടാണ്. ഞാൻ പണ്ട് പാടിയിരുന്നേ. ആ സമയത്തൊക്കെ കല്യാണ ഗാനങ്ങൾക്കൊക്കെ പോയി പാടിയിരുന്നു. അന്ന് പാടിയ പാട്ടാണ് അതൊക്കെ. അങ്ങനെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇതൊന്നും നമ്മളാരും നോക്കാറില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് എല്ലാത്തിനേറ്റും കണക്കായി കിടക്കുന്നുണ്ട് എന്നുള്ളതാ. നമുക്ക് തമ്മിൽ തല്ലുണ്ടായിരുന്നില്ല. ഇനി ഈ ഒരു ഭാഗം യേശുദാസ് പാടിയ പാട്ടാണ്. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യ പാദുകം, ഹരിവിമർദ്ദനം നിത്യനർത്തനം, ഹരിഹരാത്മജം ദേവമാശ്രയേ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇത്തരം ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഉണ്ട്. ഇതിനി അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ പൊതു ഇടങ്ങളിലോ ആര് പാടിയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. പിന്നെ കുറെ സംഖ്യകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മുസ്ലിം പള്ളി കയറിയിട്ടൊന്ന് പാട്, ഒന്ന് കാണട്ടെ എന്ന്. മുസ്ലിം പള്ളിയിൽ പാട്ട് പാടാറില്ല, അതാദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മൈതാനത്ത് വെച്ച് നടക്കുന്ന പരിപാടികളിൽ എല്ലാ സോങ്ങുകളും ഗാനമേളയിൽ പാടാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത് ഞാൻ ഒരു കരോള് കണ്ടു. ഈ കരോളില് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ, ഈ സാധനം ബാൻഡ് അടിച്ചിങ്ങനെ പോവുകയാണ്. കുന്നംകുളത്തുനിന്ന് കേട്ടതാ. പള്ളിപ്പരിപാടിയാണ് പോണത്. പക്ഷെ എല്ലാ പാട്ടും ഉണ്ടായില്. ഇതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലടാ, ആർക്കും കുഴപ്പമില്ല. പ്രശ്നം മൊത്തം ആർക്കും അറിയോ? സംഘികൾക്ക്. പക്ഷെ ക്രിസ്ത്യൻസിന് നേരെയുള്ള ഈ ഒരു അക്രമം അത് പ്രത്യക്ഷത്തിലും പരോക്ഷവുമായിട്ട് കുറെ കാലങ്ങളായിട്ട് ശശികല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒന്നും കൂടി പ്രത്യക്ഷത്തിലായി. വളരെ എന്താ പറയാ, അങ്ങനെ വിസിബിളാ, വൻ വിസിബിളാ. കണ്ടുകൊണ്ടിരിക്കുക. പള്ളികൾ തകർക്കുന്നു, അല്ലെ, മിനാരങ്ങൾ തകർക്കുന്നു. അതിന് എന്തൊക്കെ ഊളത്തര കാട്ടിക്കൊണ്ടിരിക്കുന്നേ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ശശികല പറഞ്ഞ വാക്കാണ്. ഇതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് യേശുദേവൻ ജനിക്കുന്നതിന് മുൻപും ഭൂമിയിൽ മനുഷ്യരുണ്ട്, കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെല്ലാം ജീവിച്ചു, വളർന്നു, മരിച്ചു. എന്തെങ്കിലും കുഴപ്പം പറ്റൂ? അതുപോലെ ഇപ്പോഴും നടക്കില്ലേ? ആഫ്രിക്കൻ രാജ്യങ്ങളില് അവിടുത്തെ വിമോചന സമര നേതാവിന്റെ വാചകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോമോ കിനിയാത്തയുടെ അദ്ദേഹം പറഞ്ഞത്, മറ്റേ ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ മതപ്രചാരകര് ആഫ്രിക്കയുടെ മണ്ണില് സായിപ്പന്മാര് വരുമ്പോ ഞങ്ങളുടെ ഭൂമിയുണ്ട്, അവരുടെ ബൈബിൾ ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഭൂമിയുണ്ട് ഇഷ്ടം പോലെ, അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്. അവര് വന്നിറങ്ങിയപ്പോൾ ബൈബിള് ഞങ്ങളുടെ കയ്യിൽ തന്നു. ബൈബിള് വെച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവര് ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കണ്ണു തുറന്നപ്പോ അവരുടെ ഇരുന്ന ബൈബിള് ഞങ്ങളുടെയിലുണ്ട്, ഞങ്ങളുടെ ഇരുന്ന ഭൂമി അവരുടെയിലും ഉണ്ട്. അപ്പൊ ഇതാണ് ഇന്ന് ഇവിടുത്തെ ആളെ കൂട്ടൽ തന്ത്രം. അല്ല, എന്തായാലും ബൈബിള് കിട്ടിയില്ലേ? ആ മതത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ? പിന്നെന്താ? പണം കൊടുക്കാതെ ബൈബിള് കൊടുത്ത് ഭൂമി വാങ്ങി എന്നൊക്കെയാണ് ഈ പെണ്ണുമ്പിള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു വിഷകലമേടൊക്കെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞാന്നുള്ളതാണ്. അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് അരിയും ഭക്ഷണവും വിദ്യാഭ്യാസം ഒക്കെ നൽകിയിട്ട് അവർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതിൽ ജീവിക്കാനും എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത്. പിന്നെ എവിടുന്നാണ് ഇവർക്കൊക്കെ ഈ കുരു പൊട്ടുന്ന ഒരു പിടുത്തമില്ല. ഇവരുടെ മെയിൻ പരിപാടി എല്ലാവർക്കും അറിയില്ല. RSSന്റെ ഗർവാപ്പസിയൊക്കെ അറിയില്ലേ?
ലവ് ജിഹാദ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കുറെ ഊളത്തരം പറയുന്നില്ലേ? ഇവരുടെ ഒരു അജണ്ട തന്നെ ഉണ്ടായിരുന്നു. പണ്ട് നമ്മളൊക്കെ ശബ്ദ സന്ദേശങ്ങൾ ഒരുപാട് കേട്ടതാ. മുസ്ലിം പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളൊക്കെ വളച്ച് വീഴ്ത്തുക, എന്നിട്ട് മതത്തിലേക്ക് കൊണ്ടുവരിക. ഇതിനൊക്കെ ചൂണ്ടിക്കാണിക്കാൻ നമ്മളെ പോലുള്ള ഒരു കുറച്ച് ആളുകളേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അവർ ആ ഒരു അമ്പലപ്പറമ്പിൽ പെർമിഷൻ ചോദിച്ചിട്ടൊരു പാട്ട് പാടുന്നു. അതുമാത്രല്ല, വർണ്ണനകൾ നിങ്ങൾ കേട്ടില്ലേ? അതിമനോഹരമായ വർണ്ണനകളാണെന്നുള്ളതാണ്. ആ പള്ളിമുറ്റത്ത് വേണമെങ്കിൽ പ്രോഗ്രാം നടത്തിക്കോളാൻ പറഞ്ഞു. ആ പള്ളിമുറ്റം നമുക്ക് വേണ്ടിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വഴി വിട്ടു തരുന്നു. അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് അതിമനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യത്തിനെ അവതരിപ്പിച്ചത്. അവിടെയുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പള്ളി കമ്മിറ്റി ഇന്നലെയും ഇന്നുമായിട്ട് വീണ്ടും വീണ്ടും പ്രസ്താവനകൾ ഇറക്കുന്നു. ഒരു സംഘികളും കിടന്ന് കുരയ്ക്കേണ്ട, ഞങ്ങളുടെ നാട് ഒരു തരത്തിലുള്ള മതവിദ്വേഷവും ഇല്ലാത്ത നാടാണ്, ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ആളുകളാണ്. ഈ അമ്പലത്തിലെ പരിപാടിക്ക് എല്ലാവരുടെ കയ്യിൽ, ഒരു മതക്കാരൊന്നും നോക്കിയിട്ടില്ല, എല്ലാവരുടെ കയ്യിൽ പിരിവ് പോലും നടത്തിയിട്ടുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ഊളത്തരം പറയരുത് എന്ന് പറയുന്നത്. പിന്നെ അമ്പലത്തിൽ നടക്കുന്ന പരിപാടി, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം നടക്കുന്ന സമയത്ത് അമ്പലം എവിടെയാ നിൽക്കുന്നുണ്ടാവുക? ഈ സ്റ്റേജ് എവിടെ കിടക്കുന്നുണ്ടാവുക? ഏതെങ്കിലും വയൽശേഖരത്തിലകത്തായിരിക്കും ഉണ്ടാവുക, ഏതെങ്കിലും പറമ്പിലായിരിക്കും. ഈ അമ്പലവുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. അതാ രസം. പിന്നെ പിരിവ് നടത്തി ജനങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ സംഘികൾക്ക് എന്തിനാ കുരു പൊട്ടുന്നേ? സംഘികൾക്ക് കുരു പൊട്ടണ്ട, അത്രേ പറയുന്നുള്ളൂ. നിങ്ങളെ കുരു അത് അവിടെ ആസനത്തിൽ വെച്ചിരിക്കുക. എല്ലാത്ത സാധനങ്ങൾ. ഇതിനേക്കാൾ എത്ര ഭേദ പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്ന മറ്റേ നമ്മള് കുട്ടികളെ പിടുത്തക്കാരെ പറഞ്ഞവര് എത്ര ഭേദ. ഒന്നിനെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെക്കാളൊക്കെ എത്രയോ ഭേദമാണ് രാജവെമ്പാലൊക്കെ. വെറുതെ ഒന്നും ഒന്ന് കടിക്കൂല. ചില സമയത്ത് ഡ്രൈ ബൈറ്റ് ചെയ്യാറുണ്ട് എന്നാ പറയാ. അതായത് വിഷമില്ലാത്തൊരു കടി കടിക്കട്ടെ, ഒന്ന് പേടിപ്പിക്കാം. നിങ്ങൾ അതല്ലല്ലോ, 24 മണിക്കൂറും പാമ്പുകളെക്കാൾ അങ്ങ് കയറ്റി വിടുകയല്ലേ അങ്ങ് വിഷം. എന്തിനാണ് നിങ്ങൾ വീണ്ടും ഇന്ന് തല പൊക്കിയെന്നൊരു പിടുത്തം കിട്ടുന്നില്ല? ഓ, വിഷം ഒന്ന് ചീറ്റാൻ ടൈം ആയിട്ടുണ്ടോ? കുറെ കാലയിലും ഉണ്ടാതിരിക്കുന്നല്ലേ. എത്രയോ നാളുകളായിട്ട് വിഷം തുപ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മുസ്ലിംസിന്റെ നേരെ ഇരുന്ന് ആദ്യം കൂടുതൽ, ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ നേരെയും നന്നായിട്ട് കുരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ലോകത്ത് ക്രിസ്തു മതം മാത്രമേ ശരിയുള്ളൂ എങ്കിൽ അവരുടെ അമ്മമാര് മാത്രം പ്രസവിച്ചാൽ പോരെ? ദൈവം വിചാരിച്ചാൽ നടക്കില്ലേ? ബാക്കിയുള്ളവരാരും ഇനി മുതൽ പ്രസവിക്കേണ്ട എന്നൊരു തീരുമാനം ദൈവം എടുത്താൽ അവിടെ നിന്നില്ലേ ഹിന്ദുമതം? പിന്നെ മുന്നോട്ട് നീങ്ങോ? എന്തിനാ ഈ കമ്മീഷൻ ഏജന്റുമാര് പായണത്, വേണ്ടാധീനം കാട്ടിക്കൊണ്ട് ഓടുന്നത്? ദൈവമാണ് തീരുമാനിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ആ വിധിക്ക് കീഴടങ്ങാൻ നമുക്ക്. ഓഹ്, എന്താ മോനെ, ദൈവം അങ്ങ് തീരുമാനിക്കട്ടെ എന്നുള്ളത്. താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ വളരെ കുറവാണ്. 80% വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. എന്നല്ല, 50%ആണ് കറക്റ്റ് കാര്യം. നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യണം, നമ്മൾ പരിശ്രമിക്കണം, ബാക്കിയാണ് പ്രാർത്ഥന. ഇവിടെ നിങ്ങൾ എന്താ പറയുന്നേ? ഇനി അവരുടെ ദൈവം പറയട്ടെ, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ, എന്ത് ഊളത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യന്നെ വേണം. നിങ്ങൾ നന്മയാണ് പടർത്തേണ്ടത്, അല്ലാതെ ഇങ്ങനെയുള്ള വിഷമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഊളത്തരം പറയുന്നതിന് കൈയടിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആളുകൾ കാലങ്ങൾക്ക് മുമ്പേ ഈ വിഷകലയുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുവാടെ ഇതിനൊക്കെ പറയുക? ഊളത്തരം. അയ്യോ, വേറെ വാക്കുകൾ പറയാൻ അറിയാനിട്ടല്ല, വേണ്ടാഞ്ഞിട്ടാ. ദൈവം തീരുമാനിച്ചോട്ടെ, നാളെ മുതൽ ഒരു ഹിന്ദു സ്ത്രീയും പ്രസവിക്കണ്ട. അങ്ങനെ ദൈവം തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട, ഞങ്ങൾ അംഗീകരിച്ചു. ഇതാണ് ഈശ്വരന്റെ ആഗ്രഹം. ഇന്ന് ഞങ്ങൾ കാണുന്ന കമ്മീഷൻ ഏജന്റുമാരുടെ ആഗ്രഹമാണ്. അതിന് വഴങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മതേതരത്വം സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന മക്കളെ തട്ടിക്കൊണ്ടുപോകാനല്ല, കുടുംബങ്ങളെ നശിപ്പിക്കാനല്ല, കുടുംബങ്ങളെ വേവലാതിപ്പെടുത്താനല്ല, അവരെ ഭ്രാന്തിന്റെ വക്കോളം എത്തിക്കാനല്ല. ഈശ്വര സാന്നിധ്യത്തിന് മുന്നിൽ, ഒരു നിലവിളക്കിന് മുന്നിൽ വെച്ച് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ചെവിയിൽ ഒരു പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരമാണ്. അത് കോമൻ ആകാം, ചാത്തനാകാം, എന്തുവാകാം. അത് ഈശ്വരന്റെ ആഗ്രഹം കൊണ്ടല്ല, അത് ഭർത്താവിന്റെയും ഭാര്യയുടെയും ആഗ്രഹം കൊണ്ടാണെന്ന് പറയേണ്ടി വരും. പല ആളുകളും ഇത് നീട്ടിവെക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഊളത്തരം വിളിച്ചു പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ ശബരിമല യുവതി പ്രൊഫഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് വക്കാലത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തത് BJP പ്രവർത്തകരായ കുറച്ച് ആളുകളാണല്ലോ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചത്? ഒരു വല്ലാത്ത ചോദ്യമാണ് കേട്ടോ. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്തോ. നിങ്ങൾ ഈ ഊളത്തരം വിളിച്ച് പറയതടേ. അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കണം തോന്നുന്നത് പ്രചരിപ്പിക്കട്ടെ. ഇന്ത്യ അല്ലേ ഇത്? ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ പള്ളിക്കകത്ത് കയറി ചെന്ന് അത് തകർക്കുന്നത്? പള്ളി മിനാരത്തിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അവിടെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കൊടി വെക്കുന്നത്? ആ ഊളത്തരൊക്കെ അവസാനിപ്പിച്ചാൽ മതി. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ ജീവിക്കാൻ, അവർ ജീവിച്ചോട്ടെ അല്ലെ? അവരുടെ ക്രിസ്മസ് ആഘോഷ ദിനങ്ങളിൽ നിങ്ങൾ എന്തിനാ വലിഞ്ഞു കയറി ചെന്നത് നശിപ്പിക്കാൻ നിൽക്കുന്നത്? ഹിന്ദു രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലും വിദൂരമൊന്നുമല്ല, എത്തി, പാലക്കാട് വരെ എത്തിയിട്ടുണ്ട്, മറ്റുള്ള സ്ഥലത്തേക്ക് വരെ എത്തും. അത് എത്താതിരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. വേറെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി വീണ്ടും പുതിയത് അവരെല്ലാ പാട്ടുകളും ആസ്വദിക്കുന്നയാളാ ഞാൻ.
പക്ഷെ ഒരു ക്ഷേത്രത്തിനകത്ത് മറ്റൊരു ഭക്തിഗാനം, അതേപോലെ തന്നെ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനവും വേണ്ട. അതിനൊക്കെ കുറിക്കുന്നത് കുറിക്കല്യാണത്തിന് ഇന്നത് എന്നുണ്ട്. മേശ വലിച്ചിട്ടിട്ട് ഉത്സവ സമയത്ത് അവിടെ നിന്നുകൊണ്ട് സുവിശേഷം നടത്തിയിരുന്ന കാലമുണ്ട്. പാപികളേന്ന് നീട്ടി വിളിച്ച്, ഈ പാപികളേന്ന് വിളിച്ചത് സംഘികളെയല്ല, ഹിന്ദുക്കളെയാണ് വിളിച്ചത് പാപികളെയെന്ന്. നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത് സംഘികൾ പോകുന്നല്ല പറഞ്ഞത്, ഹിന്ദുക്കൾ. അപ്പൊ ഇതൊക്കെ ഒരു കാലത്ത് ക്ഷേത്രം ശ്രദ്ധിക്കാൻ ആളില്ലാത്ത കാലത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംഘികളെ ഉദ്ദേശിച്ച് മാത്രമായിരിക്കും. ഈ കാലഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് നിങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതായത് പാപികളെ എന്ന് വിളിക്കുന്നത് അത് സംഘികളെ മാത്രമായിരിക്കും. ക്രിസംഗി, മുസംഗി, പിന്നെ ഈ ഹിന്ദുവിലുള്ള കുറെ സംഘികൾ. നിങ്ങളാണ് ഞങ്ങളുടെ നാട് നശിപ്പിച്ചത്, നിങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലെ സമാധാനം കളയുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളല്ല. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, പോയിരുന്നത്. തകർക്കരുത് നിങ്ങൾ, അത്രേ പറയുന്നുള്ളൂ. അവിടെ ഒരു പാട്ട് പാടുമ്പോൾ ആ ഒരു മനുഷ്യന്മാര് മാന്യമായിട്ട് എല്ലാവരോടും പറയുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു, പാടുന്നു. പറഞ്ഞ വാക്കുകളൊക്കെ ശശികലയ്ക്ക് എവിടുന്ന് കിട്ടാനാണല്ലേ? എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനമൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ല ട്യൂണിൽ പാടുന്ന എല്ലാ ക്രിസ്തീയ ഭക്തിഗാനും എനിക്കിഷ്ടം. മാപ്പിളപ്പാട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ അത് ക്ഷേത്രത്തിലല്ല, അത് പൊതുസ്ഥലത്താവട്ടെ, അവരുടെ വേദികളിലാകട്ടെ, അവർ കാസറ്റാക്കിയിട്ട് നമ്മളൊക്കെ കേൾക്കാം. ഒന്നിനോട് ഒരു തരത്തിലുള്ള അലർജി. അമ്പലങ്ങളിലൊരു പരമപവിത്രമതാമി മണ്ണെന്ന് രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം പാടിയ അപ്പ പോയില്ലേ ഇവരുടെയൊക്കെ സഹിഷ്ണുത? അതോടുകൂടി കഴിഞ്ഞില്ലേ? ദയവ് ചെയ്ത് അത് പാടരുത്. ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞ സാധനല്ലേ? ആരാ ഭാരതാംബ? ഒരു പിടുത്തം കിട്ടുന്നില്ല. എത്ര ദൈവങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ആരാധിക്കേണ്ടത്? ഞങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ലേ കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നുമില്ല. ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോട്ടെ. ഭാരതാംബയെ പൂജിക്കാൻ എന്നൊക്കെ പറയുന്ന പാട്ട്, ഭാരതാംബ നിങ്ങളുടെ കൺസെപ്റ്റാണ്, ഞങ്ങളുടെ കൺസെപ്റ്റ് അല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഭൂമി ദേവിയുടെ കൺസെപ്റ്റ്, ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസങ്ങളാണ്. എല്ലാവരിലേക്കും അടിച്ച് കയറ്റല്ലേ. അമ്പലമുറ്റത്ത് ഇങ്ങനെ ഒരു സാധനം പാടാൻ നിങ്ങൾ കൊണ്ടുവന്നാ ചിലപ്പോൾ എതിർക്കും. കാരണം അത് സംഘികളുടെ പാട്ടാ, ഹിന്ദുക്കളുടെ പാട്ടൊന്നുമല്ല. പിന്നെ അമ്പലപ്പറമ്പിലാണ് പരിപാടി നടക്കുന്നത്. അതിൽ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കുന്ന പരിപാടിയാണ്. സംഗീതമാണ്, ശുദ്ധ സംഗീതമാണ് അവിടെ ആലപിക്കുന്നത്. ഇപ്പൊ പൂരപ്പറമ്പിലൊക്കെ നടക്കുന്ന മറ്റൊരു പരിപാടി നിങ്ങളെന്താ ഉണ്ടാത്? ഏതൊരു പെണ്ണ് കിടന്ന് കുലുക്കി എന്താ കാട്ടിക്കൂട്ടുന്നില്ലേ, DJ എന്നൊക്കെ പറഞ്ഞിട്ട്? അതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? അതാണോ നമ്മുടെ സംസ്കാരം? അതാണോ ഹിന്ദു സംസ്കാരം? ഊളത്തരം. അതും പോട്ടെ, ഉത്സവങ്ങളിൽ എന്ത് തരം വരവുകളാ കൊണ്ടുപോയിരുന്നത്? അന്ന് ദൈവികമായിട്ടുള്ള പല വരവുകളും കൊണ്ടുപോയിരുന്നു. തറ, ഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ മാറിപ്പോയി. ഇപ്പൊ സിനിമാറ്റിക്. അതൊന്നും വികാരത്തെ വ്രണപ്പെടുത്തുന്നില്ലല്ലേ? അവരുടെ ഒരു പങ്കാണ്, കടമയാണ്. അങ്ങനെ വേണ്ടിയിരുന്നില്ല. അവരെല്ലാ പാട്ടുകളും ആസ്വദിക്കുന്നയാളാണ് ഞാൻ. പക്ഷെ ഒരു ക്ഷേത്രത്തിനകത്ത് മറ്റൊരു ഭക്തിഗാനം, അതേപോലെ തന്നെ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനവും വേണ്ട. അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുക. അത് നിങ്ങളൊന്നല്ല തീരുമാനിക്കുക. കമ്മിറ്റിക്കാർ ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത്. കമ്മിറ്റിക്കാർ പറഞ്ഞത് വിഷം വിളമ്പല്ലേ എന്നാ പറയുന്നത്. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ നാട്ടിലെ സൗഹാർദ്ദം ഉണ്ടല്ലോ, നശിപ്പിക്കല്ലേ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങളെ പോലെയുള്ള ആളുകൾ വിഷം ചീറ്റിട്ട് എന്ത് കാര്യം? നിങ്ങൾ കിടന്ന് കുരക്കി. ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ചേച്ചി എത്തിയതല്ലേ. ഇത് കുറച്ചുകൂടെ മുന്നേ കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കുമായിരുന്നല്ലേ. അപ്പോഴല്ലേ ശോഭ ചേച്ചിയുടെ കൈക്കൂലി അല്ലെ? ശോഭ ചേച്ചിയെ പുറത്താക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് അറിയുന്നുണ്ട് കേട്ടോ. പുറത്താക്കുക ഉടനെ തന്നെ. PC ജോർജിനെയൊക്കെ പുറത്താക്കുക, എന്നാലേ നിങ്ങൾക്കൊരു വില ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു വില ഉണ്ടാവില്ല, ഒരു നിലയും ഉണ്ടാവില്ല കേട്ടാ. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബാൻഡിന്റെ ആൾക്കാർ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം, കേൾക്കാം. ഇപ്പം ഒരു മതത്തിൽപ്പെട്ടതല്ലാത്തതും അല്ലെങ്കിൽ ഞാൻ പറയും ഹിന്ദു അല്ലാതെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്സ് ഈവൻ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഏത് പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ആൾക്കാരും എല്ലാവരും ഒന്ന് ചേർന്ന് ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യം ഈ പല കാര്യത്തിലും ഈ പൊളിറ്റിക്കലായിട്ടുള്ള അടി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീജിയസിൻ്റെ പേരിലാണെങ്കിലുള്ള വഴക്ക്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ആ ഒരു വണ്ണസ് പോസിറ്റിവിറ്റി എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ സംഘികൾക്ക് മാത്രമേ പങ്കുള്ളൂ കേട്ടോ. മറ്റുള്ള ആർക്കും ഒരു പങ്കില്ല. നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് പാടൂ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ആസ്വദിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ആ ഗാനത്തിലൂടെ കേൾക്കുന്നത് ഒരു റിലാക്സേഷൻ മൈൻഡ് കിട്ടുക എന്നുള്ള സാധനം മാത്രം, ആസ്വദിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സമാധാനത്തിലാണ് ജീവിച്ചിരുന്നിരുന്നത്. ഇന്നത് നശിപ്പിക്കാൻ വന്നതാണ് RSSകാരും BJPക്കാരും. അവരുടെ ലക്ഷ്യം തന്നെ വ്യക്തമാണല്ലോ, ഹിന്ദു രാജ്യം. അവർക്ക് വേറൊരു ചിന്തയില്ല, ഹിന്ദുത്വ മനോഭാവം മാത്രമേ അവർക്കുള്ളൂ. അത് അഖിൽമാരാർ എന്ന് പറയുന്ന ഡബിൾ ഡൂഡ് സിൻഡറുള്ള ആള് പറഞ്ഞ വീഡിയോ നമുക്ക് ഓർമ്മയില്ലേ? അവരതേ പറയാനുള്ളൂ, അവരതേ പറയുള്ളൂ. അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട്, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഞങ്ങളുടെ ചിന്താഗതി വളരെ വ്യത്യസ്തമാണെന്നുള്ളതാണ്. നമ്മൾ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്ന ആളുകളാണെന്നുള്ളതാണ്. ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. പിന്നെ എന്റെ വിശ്വാസം
അത് ഉള്ളിലിരിക്കട്ടെ. എന്റെ വിശ്വാസം എന്നെ കാക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ കാക്കട്ടെ, അത്രേ പറയുന്നുള്ളൂ. മറ്റുള്ള ആളുകളുടെ നെഞ്ചത്തോട്ട് നമ്മളാരും കയറാൻ പോകുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.